ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലത്തെ ബേസിക് സയൻസിലെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാജിക് ഓഫ് സെൻസസ്, ഇന്ദ്രിയ ജാലങ്ങൾ. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ലെറ്റസ് അസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ മെയിനായിട്ട് 3 ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. അതൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഇട്ടതാണ്. അത് കാണാത്തവരാണെങ്കിൽ നിർബന്ധമായിട്ടും പോയി കാണണം. ഇനി നമുക്ക് നേരെ ഈ ലെറ്റസ് അസസിലെ ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ചോദ്യമാണ്, ദർ ആർ റെസ്ട്രിക്ഷൻസ് ഇൻ വർക്കിംഗ് ഹവേഴ്സ് ഡ്യൂറിങ് എക്സ്ട്രീം സമ്മർ, വാട്ട് മേ ബി ദ റീസൺ? അതായത് നല്ല ചൂടുള്ള സമയത്ത് അല്ലെങ്കിൽ നല്ല ചൂട് കാലത്തൊക്കെ നിങ്ങൾക്ക് വാർത്തയിലൊക്കെ കാണാൻ പറ്റുന്നതാണ്. നമ്മളെ ഗവൺമെൻറ്റൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻ പറയും. അതായത് 11 മണി മുതൽ 3 മണി വരെ ഒന്നും വർക്ക് ചെയ്യരുത്. ഇങ്ങനെ പുറമേയൊക്കെ പണി ചെയ്യുന്നവരാണെങ്കിൽ വർക്കേഴ്സിനോട് പറയുന്നതാണ് ആ ഒരു ടൈമിൽ വർക്ക് ചെയ്യരുത്, അത് റെസ്ട്രിക്റ്റ് ചെയ്യും. എന്തിനാണ് ഇങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്? ആ ഒരു ടൈമിൽ നമ്മൾ വർക്ക് ചെയ്താൽ എന്തായിരിക്കും? വർക്കേഴ്സ് എന്ന് കൊണ്ട് ഉദ്ദേശിച്ചത് മെയിനായിട്ട് ഈ വെയിലൊക്കെ കൊണ്ട് പണിയെടുക്കുന്നവരുണ്ട്. അപ്പോൾ അവരോടായിട്ടാണ് മെയിനായിട്ട് പറയൽ. അതേപോലെ തന്നെ ആ ഒരു ടൈമിൽ വീടിന് പുറത്ത് ഇറങ്ങരുത് എന്നൊക്കെ പറയാറുണ്ട്. ഈ ചൂട് കാലത്ത് നല്ല എക്സ്ട്രീമായിട്ടുള്ള ആ ഒരു ചൂട് വരുന്ന സമയത്ത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നാണ് നമ്മൾ ആൻസറായിട്ട് പറയാൻ പോകുന്നത്. നോക്കി, ഡ്യൂറിങ് എക്സ്ട്രീം സമ്മർ ഡീഹൈഡ്രേഷൻ, ഹീറ്റ് സ്ട്രോക്ക്, ഇൻക്രീസ്ഡ് ബ്ലഡ് പ്രഷർ ആൻഡ് മെനി അതർ ഇൽനെസ് മേ കോസ് ഇറ്റ് ഓൾസോ ലീഡ്സ് ടു ഡെത്ത്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നല്ല ചൂടുള്ള സമയത്ത്, നല്ല വേനൽക്കാലത്ത് നമുക്കറിയാം നമുക്ക് എത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ല അല്ലേ? അപ്പോൾ ആ ഒരു ടൈമിൽ പണിയെടുക്കുന്നവരുടെ കാര്യമാണെങ്കിൽ എങ്ങനെയായിരിക്കും? അവർക്ക് അവരുടെ ശരീരത്തിൽ നിന്ന് നന്നായിട്ട് ഡീഹൈഡ്രേഷൻ സംഭവിക്കും, വാട്ടർ ലോസ് സംഭവിക്കുക, നിർജ്ജലീകരണം എന്ന് പറയും. ആവശ്യത്തിന് ശരീരത്തിൽ വെള്ളമില്ലാത്ത ഒരവസ്ഥ വരും. അപ്പോൾ അത് കാരണം ഉണ്ടാകും. അതേപോലെ തന്നെ എന്താണ്? ഹീറ്റ് സ്ട്രോക്ക്, സൂര്യാഘാതം ഉണ്ടാകും. സൂര്യാഘാതത്തിന് നമ്മൾ ഹീറ്റ് ബേൺ എന്ന് പറയും. ഓക്കെ, ഒരു പൊള്ളലേൽക്കുക നമ്മുടെ ശരീരത്തിലൊക്കെ തന്നെ ചുവന്ന നിറത്തിലായിട്ട് വരിക. അതേപോലെ തന്നെ ഇച്ചിങ് അനുഭവപ്പെടും, പെയിൻ അനുഭവപ്പെടും, വേദനയൊക്കെ അനുഭവപ്പെടും. ഇച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടും. സൂര്യാഘാതമേറ്റ് മരണപ്പെടുന്നവർ കുറേ പേരുണ്ട്. നിങ്ങൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടാകും സൂര്യാഘാതമേറ്റ് മരണപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പറയുന്നത് ഈ നല്ല എക്സ്ട്രീമായിട്ടുള്ള സമ്മറിൽ ഈ നട്ടുച്ചക്കൊന്നും പണിയെടുക്കരുത് എന്ന് പറയാനുള്ള റീസൺ അതാണ്. നമ്മളുടെ വീടിന് പുറത്തിറങ്ങരുത്, പിന്നെ വർക്കേഴ്സിനോടൊന്നും ആ ഒരു ടൈമിൽ പുറത്ത് പണിയെടുക്കരുത് എന്ന് പറയാനുള്ള റീസൺ അതുകൊണ്ടാണ്. ഓക്കെ, ഇതൊക്കെ തന്നെ മരണത്തിന് വരെ കാരണമാകുമെന്നോർക്കുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഫീച്ചേഴ്സ് ഓഫ് ദ ഒബ്ജക്റ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ത്രൂ സൈറ്റ്? അതായത് കാഴ്ചയിലൂടെ നമുക്കൊരു വസ്തുവിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ കണ്ടുകൊണ്ട്, ഒരു വസ്തുവിനെ കണ്ടുകൊണ്ട് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും? അവിടെ പോയിൻ്റ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞത്. 3 പോയിൻ്റ് എഴുതിയാൽ മതി. അതായത് ഒരു വസ്തുവിൻ്റെ ഷേപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സൈസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതേപോലെ തന്നെ എന്താണ്? അതിൻ്റെ നിറം മനസ്സിലാക്കാൻ പറ്റും, ഹൈറ്റ് മനസ്സിലാക്കാൻ പറ്റും, പിന്നെ എത്രത്തോളം ഡിസ്റ്റൻസിലാണ് ആ ഒരു ഒബ്ജക്റ്റ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും, ആ ടൈപ്പ് ഒബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് കണ്ടുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പൂച്ച അല്ലേ, പൂച്ചയും നായയും ആയിക്കോട്ടെ. അപ്പോൾ അതിന് രണ്ടിനെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, ഏതാണ് പൂച്ച ഏതാണ് നായ നമുക്ക് കണ്ടുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ എത്രത്തോളം ഡിസ്റ്റൻസിലാണ് അത് നിൽക്കുന്നതെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, സൈസ് എത്രത്തോളം ഉണ്ട്, പിന്നെ നായേനെ കമ്പയർ ചെയ്യുമ്പോൾ പൂച്ച കുറച്ച് ചെറുതാണെന്ന് നമുക്കറിയാം. ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? കണ്ടുകൊണ്ടാണ് അല്ലേ? അതിൻ്റെ നിറം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഇതേപോലെ കണ്ടുകൊണ്ട് മനസ്സിലാക്കാം. ഇനി അടുത്തത് ഹിയറിങ്ങിൽ, അതായത് കേട്ടുകൊണ്ട് നമുക്കൊരു വസ്തുവിൻ്റെ എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഇവിടെ നോക്കുന്നത്. നോക്കിക്കേ, കേട്ടുകൊണ്ട് നമുക്ക് ആ ഒരു വസ്തുവിൻ്റെ സൗണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഡിസ്റ്റൻസ്, ഇതേപോലെ എത്രത്തോളം ഡിസ്റ്റൻസിലാണ്, അകലത്തിലാണ് ആ വസ്തു നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ്, എന്ത് ഒബ്ജക്റ്റാണത്, എന്ത് വസ്തുവാണ് അതെന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടുകൊണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പം ദൂരെ നിന്നൊക്കെ എന്തെങ്കിലും ആംബുലൻസ് വരുന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? ദൂരെ നിന്ന് എത്രത്തോളം ഡിസ്റ്റൻസിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് അതിൻ്റെ സൗണ്ട് ഇങ്ങനെ ഇൻക്രീസ് ആയിട്ട് വരുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. അതേപോലത്തെ ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ് കേട്ടുകൊണ്ട്, ഇപ്പോൾ പൂച്ച കരയുന്നതും അതേപോലെ നായ കരയുന്നതിൻ്റെയും സൗണ്ട് നമുക്ക് വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും.
ഓക്കെ, ഇനി അടുത്തത് ടച്ചിലൂടെ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും, തൊട്ടുകൊണ്ട് എന്തൊക്കെ അറിയാൻ പറ്റും, ആ ഒരു വസ്തുവിൻ്റെ ഷേപ്പ് മനസ്സിലാക്കാൻ പറ്റും, സൈസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഷേപ്പ് ടച്ച് ചെയ്ത് നോക്കിയിട്ട് ഷേപ്പ് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ കുറേ ഈ ഗെയിംസൊക്കെ കണ്ടിട്ടുണ്ടാകും, കണ്ണ് കെട്ടിയിട്ട് ഓരോരോ വസ്തുവിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കി അവർ കുറേ പേരുകളൊക്കെ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഷേപ്പ് മനസ്സിലാക്കാം, സൈസ് മനസ്സിലാക്കാം, അതേപോലെ തന്നെ ഹോട്ടാണോ കോൾഡാണോ എന്നൊക്കെ മനസ്സിലാക്കാം. ടെക്സ്ചർ മനസ്സിലാക്കാൻ പറ്റും, ആ ഒരു വസ്തു നല്ല തണുത്തതാണോ അതേപോലെ ചൂടുള്ളതാണോ അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്, ദ സ്പെഷ്യൽ ഓർഗൻസ് ഓഫ് ക്രിയേച്ചർ ആർ മാർക്ക്ഡ് ഇൻ ദ പിക്ചർ. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ഡൗൺ ഹൗ ഈച്ച് ഓഫ് ദം ഹെൽപ്പ് ദ ക്രിയേച്ചർ. അപ്പോൾ ഇവിടെ 4 ഓർഗാനിസത്തിൻ്റെ ചിത്രമാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ ചില ഓർഗന് അതിൽ കാണപ്പെടുന്ന ചില സ്പെഷ്യൽ ഓർഗന് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിളിൽ സ്ക്വയറിലൊക്കെ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഓർഗൻ ഏതാണെന്നും അത് എന്തിനാണ് ആ ഒരു ഓർഗാനിസത്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്, ആ ഒരു ജീവികളെ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഓർഗന് എന്തിനാണ് സഹായിക്കുന്നത് എന്നാണ് നമ്മളോട് പറയാൻ പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തത് ആ പൂച്ചേൻ്റെ ആ മീശ എന്ന് പറയൂല്ലേ, അപ്പോൾ അത് എന്താണ്, അതിന് ഇംഗ്ലീഷിൽ നമ്മൾ വിസ്കേഴ്സ് എന്നാണ് പറയുക. രണ്ടാമത്തത് ആനൻ്റെ തുമ്പിക്കൈ അല്ലേ, അതിനെന്താ പറയുക, ട്രങ്ക് എന്നാണ് പറയുക. ഇനി നാലാമത്തത് ചില ഇൻസെക്റ്റിനൊക്കെ ഇങ്ങനെ ചുരുണ്ടിട്ടുള്ള ഒരു ഓർഗൻ നിങ്ങൾക്ക് കാണാം, ചുരുണ്ടിട്ടുള്ള, അതിനെ പറയുന്ന പേരാണ് ആൻറ്റിന. ഈ തുമ്പികളിലൊക്കെ കാണപ്പെടാം ഇങ്ങനെ ചുരുണ്ടിട്ടുള്ളത്, അതിനെ ആൻറ്റിന എന്നാണ് പറയുന്നത്. ഇനി കോക്രോച്ചിൻ്റെ ഈ നീളമുള്ള ആ ഒരു ഭാഗം എന്താണ്, ഫില്ലിഫോം ആൻറ്റിന എന്ന് പറയും. ഇനി നമുക്കിവിടെ ഓരോന്നുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം വിസ്കേഴ്സ്. പൂച്ചയ്ക്ക് എന്തിനാണ് ഈ വിസ്കേഴ്സ്, എങ്ങനെയാണ് ഈ വിസ്കേഴ്സ് പൂച്ചനെ സഹായിക്കുന്നത് നോക്കാം. ഹെൽപ്പ് ക്യാറ്റ് നാവിഗേറ്റ് ദെയർ സറൗണ്ടിങ്സ്. നാവിഗേറ്റ് ദെയർ സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഈവൻ ഇൻ ദ ഡാർക്ക്, ഇപ്പോൾ ഇരുട്ടിലും അവർക്ക് ചുറ്റുപാടുകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു മീശ പോലത്തെ ആ ഒരു പാർട്ട് അവരെ സഹായിക്കുന്നുണ്ട്. ദേ ക്യാൻ സെൻസ് ഒബ്ജക്റ്റ് ക്ലോസ് ബൈ, ഡിക്റ്റേറ്റ് ദെയർ കറൻസ് ആൻഡ് ജഡ്ജ് ഡിസ്റ്റൻസസ്. അതായത് എത്രത്തോളം ദൂരം മനസ്സിലാക്കാൻ, അതേപോലെ അവരുടെ പ്രേ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇരകളെ അവർക്ക് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട് ആ ഒരു എന്താ പറയുക വിസ്കേഴ്സ് അവരെ സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തതാണ് ട്രങ്ക്. ആനൻ്റെ ആ ഒരു ട്രങ്കിലെ ആനൻ്റെ തുമ്പിക്കൈ എന്തിനാണ് സഹായിക്കുന്നത് എന്നാണ് പറയുന്നത്. എലിഫൻറ്റ് യൂസ് ദെയർ ട്രങ്ക് ഫോർ മെനി റീസൺസ് ഇൻക്ലൂഡിങ് ബ്രീത്തിങ്, ഡ്രിങ്കിങ്, ഫീഡിങ്, ഗ്രാബിങ്, സ്മെല്ലിങ് ആൻഡ് ട്രംപറ്റിങ്. അതായത് എന്തിനൊക്കെയാണ് അവർ സഹായിക്കുന്നത്, ഈ തുമ്പിക്കൈ ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ശ്വസിക്കാൻ വേണ്ടിയിട്ട്, ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, കുടിക്കാൻ വേണ്ടിയിട്ട്, ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, സ്മെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ ട്രംപറ്റിങ് ചിഹ്നം വിളിക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ സഹായിക്കുന്നുണ്ട്. അതായത് അവർ ഈ തുമ്പിക്കൈ കൊണ്ടാണ് അവരുടെ വായിലേക്ക് എന്തെങ്കിലും വെക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, പഴമായിക്കോട്ടെ തേങ്ങയായിക്കോട്ടെ അതൊക്കെ തന്നെ തുമ്പിക്കൈ കൊണ്ട് എടുത്തിട്ടാണ് വായിലേക്ക് വെക്കുന്നത്. ഇവിടെ ഫീഡിങ്, ഗ്രാബിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭക്ഷണം പിടിക്കാൻ വേണ്ടിയിട്ട് എന്നാണ്. ഗ്രാബിംഗ് എന്ന അർത്ഥം പിടിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് അർത്ഥം വരുന്നത്. ഇനി മൂന്നാമതാണ് ഇൻസെക്റ്റ് ആൻറ്റിന. അപ്പോൾ അതെന്തിനാണ് സഹായിക്കുന്നത്, പ്രൈമർലി ഹെൽപ്പ് ദം ടു സെൻസ് ദെയർ എൻവയൺമെൻറ്റ് ബൈ ഡിക്റ്റേറ്റിംഗ് സ്മെൽ, ടച്ച് ആൻഡ് ഇൻ സം കേസസ് സൗണ്ട്, അലോയിങ് ദം ടു ലൊക്കേറ്റ് ഫുഡ്, മേറ്റ്സ് ആൻഡ് നാവിഗേറ്റ് ദെയർ സറൗണ്ടിങ്സ്. അതായത് ചില പ്രാണികളുടെ ഈ ഒരു നീളമുള്ള ആൻറ്റിന അവരുടെ സ്മെല്ല് ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ വൈബ്രേഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ചുറ്റുപാടുകളെ മെയിനായിട്ട് അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് ആ ഒരു ആൻറ്റിന അവരെ സഹായിക്കുന്നത്. അതേപോലെ തന്നെ ഫുഡ് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അവരുടെ മെയ്റ്റ്സിനെ, ഇണകളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ലോങ് ആൻറ്റിന യൂസ് ചെയ്യുന്നത്. ചില ഇൻസെക്റ്റിന് അത് കേളായിട്ടായിരിക്കും, ഒരു ചുരുണ്ടിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഈ നാലാമതാണ് ഫില്ലിഫോം ആൻറ്റിന. അതായത് കോക്രോച്ചിലൊക്കെ കാണപ്പെടുന്നതാണ് ആ ഒരു നീണ്ടിട്ടുള്ള ആ ഒരു ആൻറ്റിന പോലത്തത്. അതെന്തിനാണ് സഹായിക്കുന്നത്, ഹെൽപ്പ് ഇൻസെക്ട് സെൻസ് ദെയർ എൻവയൺമെൻറ്റ് ആൻഡ് പെർഫോം എ വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് ലൈക്ക് സ്മെൽ, ടേസ്റ്റ്, നാവിഗേറ്റ് സറൗണ്ടിങ്സ് എക്സെട്ര. അപ്പോൾ ഇതേപോലെ തന്നെ ചുറ്റുപാടുകളെ മനസ്സിലാക്കാനും ഒരു ടേസ്റ്റുകൾ മനസ്സിലാക്കാനും സ്മെല്ല് അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ആൻറ്റിനെയും തിരിച്ചറിയുന്നത്. ഇൻസെക്റ്റിൽ ഈ ലോങ് ആയിട്ടുള്ളത് പൊതുവേ എന്താണ്, ചുറ്റുപാടുകളെ മനസ്സിലാക്കാനാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ കോക്രോച്ചിലൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് അടുത്തേക്ക് പോകുമ്പോഴേക്കും തന്നെ അവർ പെട്ടെന്ന് മാറിപ്പോകുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു വൈബ്രേഷൻ, ചുറ്റുപാടുകളെ പെട്ടെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റും ഈ ഒരു ലോങ് ആൻറ്റിന വഴി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ലെറ്റസ് ആസസ് എന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്